നായനാർക്ക് അതുപോലും ഉണ്ടായിരുന്നില്ല. അംബാസഡർ കാറിൽ വളരെ ശാന്തമായിട്ട് പോരുന്ന ആളാണ് നായനാർ. നായനാരോട് ചോദിച്ചാൽ എന്താണ് എസ്കോർട്ടില്ല? പുള്ളി നമുക്ക് എന്താണ് എസ്കോർട്ട്? നമ്മുടെ എസ്കോർട്ട് നാട്ടുകാരാണ് എന്റെ എസ്കോർട്ട് എന്ന് പറഞ്ഞാണ് നായനാർ. ആ സ്ഥാനത്ത് കേരള മുഖ്യമന്ത്രി പോക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പക്ഷെ എന്താ, തിരുവിതാംകൂർ മഹാരാജാവിനുണ്ടായിരുന്നില്ല ഇത്ര ആർഭാടം. തിരുവിതാംകൂർ മഹാരാജാവിനല്ല, പാട്യാല മഹാരാജാവിനുണ്ടായിരുന്നില്ല. ഗ്വാളിയോറിൽ സിന്ധിക്ക് ഉണ്ടായിട്ടില്ല. ഹൈദരാബാദിന് നൈസാമിനുണ്ടായിട്ടില്ല. നാട്ടുരാജാക്കന്മാരെ നാണിപ്പിക്കുന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ എഴുന്നള്ളത്ത്. യാത്രയല്ല, ആംബുലൻസ്, ഫയർ എഞ്ചിൻ, പാറ്റൻ ടാങ്ക് മാത്രമേ ഇല്ലാതെ ഉള്ളൂ. അത് കേരളത്തിന് പാറ്റൻ ടാങ്ക് അനുവദിക്കാത്തതുകൊണ്ട്, അല്ലെങ്കിൽ പീരങ്കിയും പാറ്റൻ ടാങ്കുമായിട്ട് പുള്ളി പോയല്ലേ റോഡിൽ കൂടി. ഞാൻ തമാശ പറഞ്ഞല്ല. ഫ്രഞ്ച് പ്രസിഡന്റ് ഇന്ത്യ കോഫി ഹൗസ് പോലുള്ള സ്ഥലത്ത് വന്ന് ചായ കുടിച്ചിട്ട് വളരെ നിസ്സാരമായിട്ട് മൂട്ടിലും പൊടി തട്ടി മനസ്സിലായി. കാരണം പ്രസിഡന്റിന് വലിയ എസ്കോർട്ടില്ല. ആഫ്രിക്കൻ രാജ്യങ്ങളിലെ ചില ഏകാധിപതികൾക്ക് പോലും ഈ രീതിയിൽ എസ്കോർട്ടില്ല. ഉഗാണ്ടയിലെ പ്രസിഡന്റ് ഉണ്ട്, മുസാവിനി എന്നാണ് അദ്ദേഹത്തിന് പേര്. പുള്ളിക്ക് ഇതുപോലെ കവചിത വാഹനത്തിലാണ് ആളുകൾ പിന്തുണ. അത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അദ്ദേഹത്തോട് ഒപ്പം നിൽക്കുന്ന ഒരാൾ പിന്നെ ഉണ്ടെങ്കിൽ അത് നമ്മുടെ കേരളത്തിലെ ചക്രവർത്തി മാത്രമാണ്. ഇന്ന് അദ്ദേഹത്തിന്റെ ജന്മദിനം കൂടിയാണ്. നമ്മൾ അദ്ദേഹത്തിന് ആയുരാരോഗ്യത്തിന് വേണ്ടി ഇവിടെ ഒരു പ്രമേയം പാസ്സാക്കണം. കാരണം പുള്ളി കുറച്ചാൾ കൂടി ജീവിച്ചിരുന്നാണല്ലോ ഈ പ്രസ്ഥാനം ഇവിടെ ഇല്ലാണ്ടാവും. അപ്പൊ ഇത് കഴിഞ്ഞിട്ടൊരു പ്രമേയം ഞാൻ തന്നെ അവതരിപ്പിക്കും, നിങ്ങളൊക്കെ കൈയടിച്ച് അത് പാസ്സാക്കണം. അപ്പൊ ഞാൻ പറഞ്ഞത് ഇതാണ് ഇതിനകത്ത് വ്യക്തിപരമായ അജണ്ടയാണ്. അല്ലാണ്ട് ഇടതുപക്ഷത്തിന്റെ അജണ്ടയല്ല, മാർക്സിസ്റ്റ് പാർട്ടിയുടെ അജണ്ട, LDFന്റെ അജണ്ടയല്ല. പക്ഷെ LDFൽ ചെല്ലുമ്പോൾ ഈ മഹാന്മാരായ നേതാക്കന്മാർക്കൊന്നും ഇത് തെറ്റാണ്, അധാർമികമാണ് എന്ന് പറയാൻ പറ്റില്ല. ഈ ദുശാസനൻ പാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപത്തിന് ഒരുങ്ങിയപ്പോൾ ഇത് തെറ്റാണെന്ന് പറഞ്ഞിട്ട് ഭീഷ്മന് പറ്റില്ല, ഇല്ലേ? ദ്രോണർക്ക് പറ്റില്ല, ആർക്കും പറ്റില്ല. അവരൊക്കെ ആ സമയത്ത് വായിൽ അവലോസ് കൂടി ഇട്ട പോലെ ഇങ്ങനെ ഇരിക്കുക. അതാണ് നമ്മൾ ധാർമ്മികമായ പരാജയം. ഇതാണ് ധാർമ്മികമായ അപചയം എന്ന് പറഞ്ഞതാണ്. അപ്പൊ ആ ഒരു ദയനീയമായ അവസ്ഥയിലാണ് ഇന്നിപ്പോൾ കേരളത്തിലെ ഈ ഭരണമുന്നണിയുടെ നേതൃത്വം. അവർക്ക് പറയാൻ പറ്റുന്നില്ല. പക്ഷെ എല്ലാവർക്കും അറിയാം ഇത് തെറ്റാണ്, ഇത് അധാർമികമാണ് എന്നത്. ശരിയായ ഇടതുപക്ഷക്കാരൊക്കെ സത്യത്തിൽ സമരത്തിന് അനുകൂലമാണ്. ഇടതുപക്ഷക്കാർ വയറ്റിപ്പഴപ്പുകാർ പോലും ഇവരോട് ചെയ്യുന്ന തെറ്റാണ് എന്ന അഭിപ്രായം. പക്ഷെ ഒരാൾക്കും ഇത് തെറ്റാണ് എന്ന് പറയാനുള്ള ചങ്കൂറ്റമില്ല. അതാണ് നമ്മുടെ കേരളം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. നമസ്കാരം. കഴിഞ്ഞ 10 വർഷമായി കേരളം നേരിടുന്ന ഏറ്റവും ഭീകരമായ പ്രശ്നം എന്താണ്? ആ ഭീകരമായ പ്രശ്നം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ ഒരു ഭീകരനെ കൊണ്ട് നിർത്തി എന്നുള്ളത് തന്നെയാണ്. ഒരു മാഫിയ തലവനെ കൊണ്ട് നിർത്തി എന്നുള്ളത് തന്നെയാണ്. എങ്ങനെ ജനങ്ങളെ പറ്റിക്കാം, എങ്ങനെ മാർക്സിസ്റ്റ് പാർട്ടിയിലെ അല്ലെങ്കിൽ ഇടതുപക്ഷ മുന്നണിയിലെ അണികളെ പറ്റിക്കാം എന്ന് കൃത്യമായി അറിഞ്ഞുകൊണ്ട് അജണ്ട തയ്യാറാക്കി കേരളത്തെ ഭരിച്ച് പിന്നീട് ജനങ്ങളെ മുഴുവൻ പറ്റിച്ച് അവസാനം എല്ലാ ജനങ്ങളും ഈ ഭീകര പ്രവർത്തനങ്ങൾ കാരണം ദുരന്തം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും വലിയ മുഖമാണ് ജയശങ്കർ പറയുന്നത്, അഡ്വക്കേറ്റ് ജയശങ്കർ പറയുന്നത്. എന്താണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്? അതാണ് തുടക്കത്തിൽ കൊടുത്തിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് കേരളത്തിൻ്റെ ഒരു ഏകാധിപതി ലോകത്തിലെ ഏത് ഏകാധിപതികളെക്കാളും ഭീകരനാണ്. ഈ ഭീകരന്മാർ എല്ലാവരും പേടിക്കൊടലന്മാരാണ്. അതുകൊണ്ട് എന്തുണ്ടാവും, ജനങ്ങളിൽ നിന്ന് അകന്ന് ജീവിക്കാൻ ശ്രമിക്കും. ജനങ്ങളടുത്തേക്ക് പോയി കഴിഞ്ഞാൽ അമേദ്യമുഖ്യ ചൂല് കൊണ്ട് അടിക്കുകയോ അല്ലെങ്കിൽ കല്ലെറിയുകയോ അല്ലെങ്കിൽ തല്ലിക്കൊല്ലുകയോ ചെയ്യാം എന്നുള്ളത് കൊണ്ടാണ് ജനങ്ങളിൽ നിന്ന് അകന്ന് 10-40 വണ്ടി പോലീസിൻ്റെ സഹായത്തോടെ, ഫയർ സർവീസിൻ്റെ സഹായത്തോടെ, ആംബുലൻസിൻ്റെ സഹായത്തോടെ ഈ ഭീകരൻ യാത്ര ചെയ്യുന്നത്. നമ്മുടെ EK നായനാരും VS അച്യുതാനന്ദനും എല്ലാം EMS എല്ലാം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള എന്താണ്? ജനങ്ങളാണ് ഞങ്ങളുടെ ശക്തി. ജനങ്ങളുടെ കൂടെ എവിടെ പോവുകയാണെങ്കിലും ഒരു അംബാസഡർ കാറിൽ ഞങ്ങൾ യാത്ര ചെയ്താൽ മതി എന്ന് EK നായനാർ നർമ്മരസത്തോടെ പറയുന്നത്. എന്തിനാണോ പേടിക്കുന്നത്? ജനങ്ങളില്ലേ കൂടെ? ഞാൻ എവിടെ പോയാലും അവിടെ എന്നെ സംരക്ഷിക്കാൻ ജനങ്ങളില്ലേ, പിന്നെ എന്തിനാണോ പേടിക്കുന്നത് എന്നാണ് EK നായനാർ പറയാറ്. എന്നാൽ പിണറായി വിജയനോ ജനങ്ങളിൽ നിന്ന് അകന്ന്, പാർട്ടി അണികളിൽ നിന്ന് അകന്ന്, എല്ലാ പോലീസ് സംരക്ഷണത്തിൽ മാത്രം പോകുന്ന ഒരു ജീവി മാത്രമാണ്, ഭീകര ജീവി മാത്രമാണ്. കേരളത്തിൻ്റെ ശാപമാണ് ഈ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അത് 100% സത്യമാണ്. ഇപ്പോൾ ഇതാ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി, CPM അണികൾ, CPM നേതാക്കന്മാർ പൊട്ടിത്തെറിയിക്കുന്നു. ഈ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ചെയ്തത് തെറ്റായിരുന്നു. ശബരിമലയുടെ കാര്യത്തിൽ ചെയ്തത് തെറ്റായിരുന്നു.
ഇതേപോലെ ആര്യ രാജേന്ദ്രൻ്റെ അഹങ്കാരം വന്നപ്പോൾ തെറ്റായിരുന്നു എന്ന് വിളിച്ചു പറയേണ്ട ഗതികേടിലേക്ക് വന്നിരിക്കുന്നു. അങ്ങനെ ഒരു ഘട്ടം കഴിയുമ്പോൾ, അവസാന ഘട്ടം വരുമ്പോൾ പൊട്ടിത്തെറിക്കും. സപ്രസ് ചെയ്ത് പറ്റിച്ച് ജനങ്ങളെ മുന്നിൽ വലിയ ഏതോ മഹാനാണെന്ന് വരുത്തിക്കാൻ വേണ്ടി അഭ്യാസങ്ങൾ കാണിച്ച് നടക്കുന്ന പിണറായി വിജയനെ എങ്ങനെയാണ് ഈ CPM കൊണ്ട് താങ്ങി നടക്കുന്നത്? CPMൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ എന്താണ്? അടിസ്ഥാനപരമായ കാര്യങ്ങൾ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളെ നേരിടണമെന്നാണ്. അതായത് ഏത് വലിയ കൊമ്പത്തെ രാജാവായാലും ശരി, പാർട്ടിയുടെ ബന്ധനങ്ങൾക്കനുസരിച്ച് പാർട്ടി ഒരു ഭരണഘടനയുണ്ട്. ആ ഭരണഘടനയിൽ അപ്പുറത്തേക്ക് പോകുന്ന ഒരാൾക്കും അതിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല. പ്രത്യേകിച്ചും അതിൽ പ്രത്യേക ഒരു ക്ലോസ് പറയുന്നുണ്ട്. ആ ക്ലോസിൽ പറയുന്ന അഴിമതിക്കാരും അതേപോലെ സദാചാര വിരുദ്ധ പ്രവർത്തികൾ നടക്കുന്ന ആൾക്കാരെയും മാറ്റി നിർത്തണം, അത്തരം ആളുകളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം. അങ്ങനെയല്ലാതെ നിൽക്കുന്ന ഒരേ ഒരാളാണ് പിണറായി വിജയൻ മാത്രമല്ല, പിണറായി വിജയൻ്റെ കൂടെ നിൽക്കുന്ന കുറേ സിൽബന്തികളും. പിണറായി വിജയൻ എന്ന് പറയുന്ന ആരാണ്? 1996 ലാവ്ലിൻ കേസിലെ മുഖ്യപ്രതിയാണ്. 1996 ഈ ബാലചന്ദ്രൻ എന്ന് പറയുന്ന CITയുടെ അഖിലേന്ത്യാ നേതാവ് കൊണ്ടുവന്ന അദ്ദേഹം കമ്മീഷണറായിട്ടുള്ള ഒരു റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ടാണ് ഈ ബാലചന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ട് എന്ന് പറയുന്നത്. തികച്ചും സത്യസന്ധനായ നാടിൻ്റെ വികസനം ആഗ്രഹിച്ച ഒരു അഴിമതി പോലും ഉണ്ടാകരുത് എന്ന് ചിന്തിച്ചിരുന്ന സ്വാമി എന്നറിയപ്പെടുന്ന ഈ ബാലചന്ദ്രൻ ആ കൊടുത്ത റിപ്പോർട്ടിൽ പറയുന്നുണ്ട്, ചെങ്കുളം പന്നിയാർ പള്ളിവാസൽ പദ്ധതികൾ 100.5 കോടി രൂപയ്ക്ക് പൂർത്തിയാക്കാം. അതും ഇന്ത്യയിലെ നവരത്ന സ്ഥാപനമായ ബെല്ലിനെ കൊണ്ട് പൂർത്തീകരിക്കാം. അതിനു വേണ്ടിയിട്ടും ആ ബെല്ലിനെ കൊണ്ട് പൂർത്തീകരിക്കുക മാത്രമല്ല, ബെല്ല് തന്നെ ഇവിടെ നിന്ന് ഈ ചുരുങ്ങിയ ഇൻട്രസ്റ്റിൽ ലോൺ ശരിയാക്കി തരും. അങ്ങനെ എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഓടി വന്ന് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ബെല്ലുണ്ടായിരിക്കെ പിണറായി വിജയൻ എന്താണ് ചെയ്തത്? അദ്ദേഹത്തിന് 2 കോടി രൂപ 1996 മെയ് മാസത്തിൽ ഈ ദിലീപ് രാഹുൽ എന്ന് പറയുന്ന ഇൻ്റർനാഷണൽ ക്രിമിനലായ SNC ലാവലിൻ്റെ ഇടനിലക്കാരൻ വന്ന് കണ്ണൂർ പോയി 2 കോടി രൂപ കൊടുക്കുന്നു. അത് എറണാകുളത്തെ അവരുടെ പല ബാങ്കുകളിൽ കൂടി വരുത്തിച്ചിട്ടാണ് ഈ 2 കോടി രൂപ കൊടുക്കുന്നത്. അങ്ങനെ പിണറായി വിജയൻ തന്നെ അവിടെ ജയിക്കുന്നു, വിദ്യാശക്തി മന്ത്രിയാകുന്നു. ഒക്ടോബർ മാസത്തിൽ അദ്ദേഹത്തെയും കൊണ്ട് ഇവിടെ പറക്കുന്നു, കാനഡയിൽ പറക്കുന്നു. SNC ലാവലിൻ്റെ ഓഫീസിൽ പോയി ധാരണയാവുന്നു. അന്ന് കൊടുത്തിരുന്നത് വെറും 24 കോടി രൂപയ്ക്ക് കൺസൾട്ടൻസി കരാറായിരുന്നു. ആ കൺസൾട്ടൻസി കരാർ മാത്രമുള്ള ആ സ്ഥാപനത്തിന് അവിടെ വെച്ച് ധാരണയാകുന്നു 278 കോടി രൂപയ്ക്ക് അവിടെ എക്യുപ്മെൻറ്റ്സ് അടക്കം ഇറക്കുമതി ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഒരുക്കാം. അതിൽ കമ്മീഷൻ ഇത്ര എന്ന് നിശ്ചയിക്കുന്നു. അങ്ങനെ നിശ്ചയിച്ചിട്ടാണ് പിണറായി വിജയൻ അവിടെ നിന്ന് മടങ്ങുന്നത്. മടങ്ങി വന്ന പിണറായി വിജയൻ ഇവിടെ വന്നിട്ട് എന്താ ചെയ്തത്? 100 കോടിക്ക് പൂർത്തീകരിക്കേണ്ട പദ്ധതിയെ 278 കോടി രൂപയും കൊടുക്കുന്നു. കൂടാതെ മലബാർ ക്യാൻസർ സെൻ്ററിന് 75 കോടി 98.3 കോടി രൂപ ഫണ്ട് കൊടുക്കാമെന്ന് തീരുമാനിക്കുന്നു. ഫണ്ട് എന്ന് പറഞ്ഞാൽ ഫ്രീ ആയിട്ട് അവിടെ കാനഡ ഗവൺമെൻറ്റിൻ്റെ വഴിയുള്ള പല ഏജൻസികൾ വഴിയുള്ള ഫണ്ടുണ്ട്. ആ ഫണ്ട് കൊടുക്കാൻ തീരുമാനിക്കുന്നു. ഈ ഫണ്ട് ആർക്ക് വേണ്ടിയിട്ടാണ്? മലബാറിലെ ക്യാൻസർ രോഗികൾക്ക് വേണ്ടിയിട്ടാണ്. എന്നാൽ ഈ പണത്തിൽ 75 കോടി രൂപ പിണറായി വിജയൻ്റെ കമല ഇൻ്റർനാഷണൽ എക്സ്പോർട്ടിംഗ് കമ്പനിയിലേക്കാണ് പോയത്. ആ പൈസ വന്നതോടുകൂടി മകനെ എങ്ങോട്ട് അയച്ചു? 3 വർഷക്കാലം മകൻ അവിടെയായിരുന്നു. ഇവിടെയല്ല, മകനാണ് അവിടുത്തെ കാര്യങ്ങൾ നോക്കിയിരുന്നത്. ഫാരിസ് അബൂബക്കറുമുണ്ട്. പിന്നീട് ക്രൈമാണ്. ഈ ബാലാന്തൻ ഈ കാര്യങ്ങളെല്ലാം എനിക്ക് രേഖകൾ തന്നിരുന്നു. അങ്ങനെ ഞാൻ അത് പുറത്തു കൊണ്ടുവന്ന് ശേഷം എൻ്റെ ഓഫീസ് കത്തിക്കുന്നു. റിയാസിൻ്റെ നേതൃത്വത്തിൽ ഗുണ്ടകളെ ഉപയോഗിച്ച് എൻ്റെ ഓഫീസ് കത്തിക്കുന്ന ഈ രേഖകൾ കടത്തിക്കൊണ്ടുപോകുന്നു. അങ്ങനെയാണ് പിണറായി വിജയനും റിയാസും തമ്മിലുള്ള ബന്ധം വരുന്നത്. റിയാസിനെ മോൾക്ക് കെട്ടിച്ചു കൊടുക്കുന്നതെല്ലാം അങ്ങനെയാണ്. ഈ രേഖകളെല്ലാം കിട്ടിയതുകൊണ്ട്, അല്ലെങ്കിൽ പിണറായി വിജയന് ഒരിക്കലും ജയിലിൽ നിന്ന് ഇറങ്ങാൻ പറ്റില്ല. അത്രയും സത്യസന്ധമായ രേഖകളാണ് കടത്തിക്കൊണ്ടുപോയത്. ഇതൊരു കാര്യം മാത്രമാണ്. ഇവിടുന്ന് അങ്ങോട്ട് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ശബരിമല വരെ നിൽക്കുന്ന കൊള്ളയുടെയും അഴിമതിയുടെയും തട്ടിപ്പിൻ്റെയും അതേപോലെ കൊലപാതകങ്ങളുടെയും എല്ലാം കൃത്യമായി പിന്നിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ച് വിദേശത്ത് പണം എത്തിച്ച് സുരക്ഷിതമാക്കി മകളുടെയും മകൻ്റെയും പേരെല്ലാം കൃത്യമായി ഡെപ്പോസിറ്റ് ചെയ്ത് സുരക്ഷിതമാക്കിയിട്ടുള്ള ഒരു ആളാണ് പിണറായി വിജയൻ. ആ പിണറായി വിജയന് ജനങ്ങളെ പേടിക്കണം. കാരണം ഏത് സമയത്തും ജനങ്ങൾ തല്ലാം, അമേദ്യം അറിയാം, ചീഞ്ഞ മുട്ട അറിയാം. അതുകൊണ്ടാണ് അദ്ദേഹം ഈ ഇങ്ങനെ 10-40 വണ്ടി പോലീസുമായിട്ട് അതേപോലെ ആംബുലൻസുമായി ഫയർ സർവീസുമായി ഇങ്ങനെ നടക്കുന്നത്. ഒരു കമ്മ്യൂണിസ്റ്റുകാരന് ഒരിക്കലും യോജിച്ചല്ല. ഒരു ബൂർഷ മുതലാളി അല്ലെങ്കിൽ ക്രിമിനലിന് യോജിച്ചതാണ്.
വലിയ ക്രിമിനലുകളൊക്കെ ഈ രൂപത്തിലാണ് യാത്ര ചെയ്യുക. അവർക്ക് സംരക്ഷണം വേണം, എവിടെ നിന്ന് വേണമെങ്കിലും വെടിവരാം, എവിടെയും അടിച്ചു കൊല്ലാം. അതേപോലെ ജനങ്ങളിൽ നിന്ന് അകന്ന് ജീവിക്കുന്ന ഇദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ ആദ്യം ഇദ്ദേഹത്തെ പിടിച്ചു കഴിഞ്ഞാൽ തന്നെ പാർട്ടി രക്ഷപ്പെടും. ഇപ്പോഴിതാ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ശക്തമായ രൂപത്തിൽ പിണറായി വിജയനെതിരെ ആഞ്ഞടിച്ചിരിക്കുകയാണ്, പൊട്ടിത്തെറിച്ചിരിക്കുകയാണ്. അതൊരു പൊട്ടൽ കേരളത്തിലെ എല്ലാ മേഖലകളിലുമുള്ള മാർക്സിസ്റ്റ് പാർട്ടി അണികൾ അനുഭവിക്കുന്ന വലിയൊരു സമ്മർദ്ദമുണ്ട്. ആ സമ്മർദ്ദം അവർ എങ്ങനെ സംസാരിക്കും, എവിടെ സംസാരിക്കും, തുടങ്ങി വെച്ചാൽ മതി ബാക്കി തീക്കാറ്റ് പോലെ അത് പാർട്ടിക്കുള്ളിൽ കടന്നു കയറും. എല്ലാവരും ചോദിക്കാൻ ആഗ്രഹിച്ച ചോദ്യമാണ് ഇപ്പോൾ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ചോദിച്ചിരിക്കുന്നത്. ആര്യ രാജേന്ദ്രൻ എന്ന് പറയുന്ന നമ്മുടെ കേരളത്തിനെ എല്ലാം അപമാനിച്ച ഒരു മൂപ്പെത്താത്ത പഴുത്ത ഒരു മേയർ അവർ നടത്തിയിട്ടുള്ള ജൽപ്പനങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകും. അത് പിണറായിസത്തിൻ്റെ ഒരു ഭാഗമാണ്. പിണറായിസം കണ്ടിട്ടാണ് അവരും പഠിച്ചത്. അപ്പോൾ അതേപോലെ തന്നെയാണ് പിണറായി വിജയൻ്റെ കാര്യം. പിണറായി വിജയൻ എന്ന് പറയുന്ന ആരാണ്? കേരളത്തെ അടക്കി വാഴുകയാണ്. കടക്ക് പുറത്ത് എന്ന് പറഞ്ഞ് പത്രക്കാരെ പോലെ അപഹസിച്ചിട്ടുള്ള, നാട്ടിലെ ജനങ്ങളെ മുഴുവൻ അപഹസിച്ചിട്ടുള്ള ഇദ്ദേഹമാണ് ഈ പാർട്ടിയെ നശിപ്പിച്ചിട്ടുള്ളത്. സ്വന്തമായി കോടാനുകോടി രൂപയുണ്ടാക്കിയിട്ടുള്ളത്. മുഖംമൂടി അണിഞ്ഞ ഒരു ഭീകരനാണ് പിണറായി വിജയൻ. കേരളത്തിൽ അദ്ദേഹം ഏറ്റവും മാന്യനായ കമ്മ്യൂണിസ്റ്റ് നേതാവ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാക്കി കൊണ്ടുവരാൻ പണം കൊടുത്ത് PR വർക്ക് ചെയ്ത് എല്ലാ മേഖലകളിലും പ്രവർത്തിക്കുമ്പോൾ ഇപ്പോൾ സത്യം തിരിച്ചറിയാൻ തുടങ്ങിയിരിക്കുന്നു CPM അണികൾക്ക്. അതിൻ്റെ ഏറ്റവും വലിയ പൊട്ടിത്തെറിയാണ് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ ഉണ്ടായിരിക്കുന്നത്. നന്ദി, നമസ്കാരം.